സ്ത്രീ സമൂഹത്തിൻ്റെ വൈജ്ഞാനിക പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘം SYS നടത്തിവരുന്ന റൗദത്തുൽ ഖുർആൻ അൽഹംദുലില്ലാഹ് വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. ഈയൊരു പഞ്ചവത്സര പദ്ധതിയുടെ 5 സെമസ്റ്ററുകളുടെ എക്സാം ഈ കഴിഞ്ഞ ഫെബ്രുവരി 27 നടക്കുകയുണ്ടായി. സംസ്ഥാനത്തെ 623 സെൻറ്ററുകളിലായിട്ടാണ് ആ പരീക്ഷ നടന്നത്. ഒന്നാം സെമസ്റ്റർ തദ്ക്കിറ എന്ന പേരിലുള്ള സിലബസ് 93 സെൻറ്ററുകളിലായി 795 പേർ പങ്കെടുത്തു. അതിൽ 215 പേർ 90% മുകളിൽ മാർക്ക് നേടി വിജയിച്ചു. അപ്പോൾ A+ നേടിയവർ 215, A 62 അഥവാ 80% മാർക്ക് വാങ്ങിയവർ, B 75 പേര്, C 34 പേര്, D 15 പേര്. രണ്ടാം സെമസ്റ്ററിൽ A+ വാങ്ങിയത് 265, A 116, B 158, C 44, D 14 എന്നിങ്ങനെ വിജയിച്ചു. മൂന്നാം സെമസ്റ്ററിൽ A+ വാങ്ങിയവരുടെ എണ്ണം 288ആണ്. A 66, B 40, C 12, D 6. വലിയ മാർക്ക് നേടി വിജയിക്കുന്നവർ തന്നെയാണ് കൂടുതലുള്ളത്. നാലാം സെമസ്റ്ററിൽ A+ വാങ്ങിയത് 127 പേർ, A 140, B 141 പേർ വിജയിച്ചു. C 67, D 9 പേരുമാണ് വിജയിച്ചത്. അഞ്ചാം സെമസ്റ്ററിൽ 156 പേർ A+ നേടിയപ്പോൾ 21 പേർ A വിഭാഗത്തിൽ വിജയിച്ചു. 10 പേര് ബിയും 4 പേര് സിയും ഒരാൾ ഡി കാറ്റഗറിയിലും വിജയിച്ചു. വിശുദ്ധ ഖുർആൻ്റെ അർത്ഥവും ആശയവും അതിലൂടെ വിശ്വാസവും കർമ്മശാസ്ത്രവും തസവുഫ് സ്വഭാവ സംസ്കരണത്തിൻ്റെയും മനഃശുദ്ധീകരണത്തിൻ്റെയും അറിവുകൾ എല്ലാം നേടി വലിയ ഒരു വൈജ്ഞാനിക വിപ്ലവം തന്നെയാണ് SYS റൗദത്തുൽ ഖുർആൻ തീർത്തുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് മഹിളകൾ, ഉമ്മമാർ, സഹോദരിമാർ വീട്ടിലിരുന്നു കൊണ്ടും വരാന്ത ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടും വലിയ അറിവ് നേടാൻ റൗദത്തുൽ ഖുർആനിലൂടെ സാധിക്കുന്നുണ്ട്. വരുന്ന സെമസ്റ്ററുകളിൽ കൂടുതൽ ആളുകൾ ചേർന്നുകൊണ്ട് ഈ മഹത്തായ അവസരം ഉപയോഗപ്പെടുത്തി അറിവിൻ്റെ ലോകത്തേക്ക് കൂടുതൽ കടന്നു വരണം എന്ന് ഈ വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും പുണ്യം നിറഞ്ഞ ഈ ഒരു സമയത്ത് ഈ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിജയിച്ചവർക്കെല്ലാം ആശംസകൾ നേരുന്നു. പഠിതാക്കൾക്കും അധ്യാപകർക്കും സേവകർക്കും എല്ലാം വലിയ മഹത്വമുള്ള ഒരു അമലായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ പ്രവർത്തനം SYSൻ്റെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൻ്റെ പ്രചാരകരായും പ്രവർത്തകരായും ധാരാളം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും കബൂലിയത്ത് നൽകട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാം പെടുത്തി തരട്ടെ. ആമീൻ.